ഹായ് ഹലോ, നല്ല മഴയുള്ള സമയത്തൊരു മഴയാത്ര ആസ്വദിച്ചാലോ. അതും ചാലക്കുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് DMC തുമ്പൂർമുയുടെ കീഴിൽ വരുന്ന ഈ ഒരു യാത്രയ്ക്കായിട്ട് 1500 രൂപയാണ് ചിലവ് വരുന്നത്. ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിൽ നിന്ന് ചാലക്കുടിയിൽ തുടങ്ങുന്ന ഈ ഒരു യാത്ര, അതായത് കാലത്ത് 8 മണിക്ക് തുടങ്ങി വൈകിട്ട് 7 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കിടിലൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും എന്തിനു പറയുന്നു, ഒരു കൊടയും സഞ്ചും വരെ നമുക്ക് ഇവിടുന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നുണ്ട്. കാലത്തെ 8 മണിക്ക് ചാലക്കുടിയിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര നമ്മുടെ മലക്കപ്പാറ റൂട്ടിലേക്കാണ് പോവുക. യഥാസമയം ഇത് ആദ്യം നമ്മൾ കയറുന്നത് തുമ്പൂർമുഴി ഗാർഡനിലാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ അവിടെ നിന്ന് ഒരു കുട ഫ്രീ ഉണ്ട്. ബാക്കിയുള്ള ചക്ക വിഭവങ്ങളുടെ കുറച്ച് ഐറ്റങ്ങളൊക്കെ പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ വ്യൂ പോയിൻ്റ്, അവിടെ താഴെ ഇറങ്ങും, അത് വിസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചാർപ്പ വാട്ടർഫാൾസ് കഴിഞ്ഞ് വാഴച്ചാൽ കഴിഞ്ഞ് നമ്മൾ വനത്തിലേക്ക് പ്രവേശിക്കും. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയും അതുപോലെ പുട്ട് ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതിനോടൊപ്പം നമുക്ക് ചക്ക വിഭവങ്ങൾ കുറച്ച് പരിചയപ്പെടാം, അതിൻ്റെ സ്ക്വാഷ്, പൊടികൾ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ മഴയാത്ര എന്നുള്ള പേരിലുള്ള അല്ലെങ്കിൽ അതൊരു പ്രിൻ്റ് ചെയ്ത ഒരു കുടയും നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇതിന് ശേഷം ചക്കയുടെ ഒരു സ്ക്വാഷും കരിപ്പെട്ടി അങ്ങനെ ഒരു സഞ്ചി, അതും ഒരു കോംപ്ലിമെൻ്ററി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ്. അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ വ്യൂ പോയിന്റ് സന്ദർശിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് എല്ലാം നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ നടപ്പാതയിൽ വീൽ ചെയർ കൊണ്ടുവരാനുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കിയത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിട്ടോ. മഴയാത്രയിൽ ഗൈഡിൻ്റെ സേവനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കുറേ ടീം തന്നെ നമുക്ക് ഈ ഒരു യാത്രയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു സൗഹൃദം തന്നെ കിട്ടി. കൂടാതെ തുമ്പൂർമുയുടെ മാനേജറായിട്ടുള്ള ജീന മേഡം നമ്മളൊപ്പം ഈ ഒരു യാത്രയിലുണ്ടായിരുന്നു.
വാട്ടർഫാൾസ് കാണാനായിട്ട് പോകുന്ന നേരത്ത് കുട കയ്യിലുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നി. ഇനി റെയിൻകോട്ടോ കാര്യങ്ങളോ കയ്യിൽ വെക്കാം, എന്തായാലും അത് ഉപകാരപ്പെടും. നന്നായിട്ട് വാട്ടർഫാൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും മഴയാത്രയല്ലേ, മഴ ഒന്ന് നനയാന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ വാഴച്ചാലിലേക്കുള്ള യാത്രയിലാണ്. ഈ ഒരു ഏരിയയുടെ ഭംഗി ഞാൻ പറയണ്ടല്ലോ. ചാർപ്പ വാട്ടർഫാൾസ് കണ്ട് കഴിയുന്ന നേരത്തെ തന്നെ നമുക്ക് വീണ്ടും മഴ കിട്ടി. അപ്പോൾ മഴ ശരിക്ക് ആസ്വദിച്ചു എന്ന് തന്നെ ഈ യാത്രയിൽ പറയാം. വാഴച്ചാലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എൻട്രൻസിൽ. നമുക്ക് എന്തായാലും വാഴച്ചാലിൻ്റെ അകത്ത് ഇനി കയറാം. വാഴച്ചാലം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർത്തും നല്ലൊരു വനയാത്ര നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അത്രയും തിക്ക് ഫോറസ്റ്റ് ആണല്ലോ പിന്നീട് വരുന്നതൊക്കെ. കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. പുളിയിലപ്പാറ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ആളീ നേരം കൊണ്ട് വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ് പ്രശസ്തി നേടിക്കഴിഞ്ഞ ആളാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പെരിങ്ങൽകുത്ത് IBയിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്, അതാണ് ഈ പെരിങ്ങൽകുത്ത് IB ട്ടോ. ഇവിടുന്ന് എന്തായാലും ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരം ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ വ്യൂ ഇവിടുന്ന് ഒന്ന് കാണാം.
ഭക്ഷണശേഷമായിട്ട് ചാലക്കുടിയിൽ നിന്ന് 10 സ്കൂട്ടറിലായിട്ട് വന്ന പെൺപുലികളെ ഒന്ന് കാണാൻ പറ്റി. അവരെ കൂടെ ഒരു സെൽഫി എടുത്തിട്ടോ. എല്ലാരും ഇങ്ങോട്ട് നോക്ക്. ലോവർ ഷോളയാർ ഡാമിൻ്റെ പരിസരത്തു നിന്നാണ് ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള മഴനടത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാടറിഞ്ഞ് നമ്മൾ ഈ ഒരു മഞ്ഞ് അതുപോലെ മഴ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് കിടിലൻ ഒരു യാത്രയായിരുന്നു അത്. ഒക്കെ ഞാൻ കഷ്ടം മുറിക്കും. നിങ്ങൾ എന്തിട്ടും കാര്യമില്ല. എല്ലാ യാത്രയിലും പോലെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഒരുമിച്ചൊരു ഫോട്ടോ പിടുത്തം. ഈ യാത്രയിൽ നമുക്ക് കിട്ടിയ കപ്പയും കരിപ്പെട്ടി കാപ്പിയാണ് ഇട്ടത്. നല്ല കാന്താരി ചമ്മന്തി ഉണ്ടായിരുന്നു. പിടിയാനാണ് കൊമ്പനാണോ നല്ലതാ പിടിയാണോ. ഒരുപാട് സൗഹൃദങ്ങളും അതേപോലെ തന്നെ മഴയും മഞ്ഞും കോടയൊക്കെ ആസ്വദിച്ചൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര സമ്മാനിച്ചത്. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.